സർവശക്തനായ ദൈവമേ, കൈവഴങ്ങിടും നിതങ്ങളെ, നിന്നലന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. സർവശക്തനായ ദൈവമേ, കൈവഴങ്ങിടും നിതങ്ങളെ, നിന്നലന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൂപ്പുകൈക്കൊരുന്നുമായി താഴ്ത്തൽ വന്നു കാത്തിരുന്നു ഞാൻ, തൃക്കരങ്ങളെ നിത്യമായനുഗ്രഹിക്കണേ. നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ എൻ പ്രവൃത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ തരുവൻ. സർവശക്തനായ ദൈവമേ, കൈവഴങ്ങിടും നിതങ്ങളെ, നിന്നലന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ അയക്കപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുതപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾക്ക് എന്നും സഹായമരുളുന്ന മധ്യസ്ഥനായ അങ്ങ് നൽകിയല്ലോ. തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മിക ഗുരുവുമായ ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഈ ദേവാലയത്തിൽ ലഭിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെ അന്റോണിയൻ ഹാളിൽ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നടത്തപ്പെടുന്നു. പ്രാർത്ഥനാ നിയോഗങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി എഴുതി വയ്ക്കുവാൻ താല്പര്യമുള്ളവർ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുമായി ബന്ധപ്പെടുക. ദേവാലയത്തിലും ദേവാലയ പരിസരങ്ങളിലും ദയവ് ചെയ്ത് ഭിക്ഷാടനം പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റു വസ്തുക്കളും പ്രത്യേകം സൂക്ഷിക്കുക. ദേവാലയത്തിന് സമീപമുള്ള സെയിന്റ് ആനഡീസ് റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. തീർത്ഥാടന കേന്ദ്രത്തിന് മുൻപിലുള്ള വിശുദ്ധന്റെ കപ്പേളയിൽ തിരി വഴിപാട് നടത്തുന്നവർ തിരിയുടെ കൂടുകൾ വേസ്റ്റ് ബോക്സിൽ തന്നെ നിക്ഷേപിക്കുക. പാർക്കിംഗ് ഏരിയയിൽ സെക്യൂരിറ്റിയുടെയും റോഡ് മുറിച്ച് കടക്കുമ്പോൾ ട്രാഫിക് പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. നേർച്ച വസ്തുക്കൾ താഴെ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ദേവാലയത്തിലും ആരാധന ചാപ്പലിലും ദയവ് ചെയ്ത് ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. 4/3/2016 മാസാദ്യ വെള്ളിയാഴ്ച ആന്തരിക സൗഖ്യ ധ്യാനം ഉണ്ടായിരിക്കും. ധ്യാനം നയിക്കുന്നത് ബഹുമാനപ്പെട്ട ഷൈൻ കാട്ടുപറമ്പിൽ അച്ഛനായിരിക്കും. സമയം ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. രോഗശാന്തി ലഭിച്ചതിന് 138, ജോലി ലഭിച്ചതിന് 77, വിവാഹം മംഗളകരമായി നടന്നതിന് 49, കാണാതെ പോയത് കണ്ടുകിട്ടിയതിന് 112, കുടുംബസമാധാനം ലഭിച്ചതിന് 71, വഴക്ക് മാറിയതിന് 32, ധനസഹായം ലഭിച്ചതിന് 189, പുരപണി പൂർത്തിയായതിന് 52, പരീക്ഷയിൽ ജയിച്ചതിന് 311, സ്വഭാവദൂഷ്യം മാറിയതിന് 87, കേസിൽ ജയിച്ചതിന് 66, സുഖപ്രസവം നടന്നതിന് 40,
ആദ്യമായി ഒരു കുഞ്ഞിന് ലഭിച്ചതിന് 51, മദ്യപാനം മാറിയതിന് 30, വിഷമഘട്ടത്തിൽ സഹായം ലഭിച്ചതിന് 182, ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിന് 367. കഴിഞ്ഞ ആഴ്ച ലഭിച്ച കൃതജ്ഞതകളിൽ ചിലത്: അത്ഭുത പ്രവർത്തകനായ അന്തോണീസ് പുണ്യവാളന് നന്ദി. ദുബായിൽ നിന്നാണ് ഞാൻ ഈ കൃതജ്ഞത എഴുതുന്നത്. ഞാനിവിടെ എത്തിയിട്ട് ഇപ്പോൾ 7 വർഷമായി. നാട്ടിൽ സ്വകാര്യ ബസ് ഡ്രൈവറായി ജോലി ചെയ്ത് നടന്ന കാലം മുതൽ ഈ പള്ളിയിൽ വരികയും നൊവേനയിൽ സംബന്ധിക്കുകയും ചെയ്യുമായിരുന്നു. പുണ്യവാളന്റെ മധ്യസ്ഥതയാൽ നല്ല വീട്, നല്ല ജോലി, വിവാഹം, കുഞ്ഞ്, അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചു. വിവാഹശേഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന എന്റെ ഭാര്യയെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയും ഒരു ജോലിക്കായി ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ലഭിച്ച എല്ലാ അവസരങ്ങളും പലവിധ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു. എല്ലാറ്റിനും തടസ്സങ്ങളായിരുന്നു. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്ന ഇവിടത്തെ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ 2 പേർക്കും ജോലിയില്ലാതെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ലായിരുന്നു. 11 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ടും എന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടാത്തതിനാൽ ഞങ്ങൾ നിരാശയിലായി. സ്വന്തം കുടുംബവുമായി ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് ഒരു ലളിത ജീവിതം നയിക്കുവാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തിന് മുന്നിൽ എല്ലാ വാതിലുകളും കെട്ടിയടഞ്ഞു. എല്ലാ ആവശ്യഘട്ടങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്ന അന്തോണീസ് പുണ്യവാളനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും നാട്ടിൽ വരുമ്പോൾ കലൂർ പള്ളിയിൽ വരാമെന്നും നൊവേനയിൽ സംബന്ധിക്കാമെന്നും നേർന്നു. കൂടാതെ ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം എല്ലാ മാസവും മാറ്റിവെച്ച് അർഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കാമെന്നും തീരുമാനിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ദുബായ് കോർപ്പറേഷൻ ഫോർ ആംബുലൻസ് സർവീസിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അതിൽ പാസ്സാവുകയും ചെയ്തു. വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥം ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി. പാതുവായിലെ വിശുദ്ധ അന്തോണീസിന് നന്ദി. എന്റെ പേര് ലിൻഡ. ഞാനും എന്റെ ഹസ്ബൻഡും UK-യിലായിരുന്നു. കഴിഞ്ഞ വർഷം എന്റെ ഫാദറിലോ മരിച്ചു പോയത് കൊണ്ട് ഞങ്ങൾ നാട്ടിൽ വന്നു. എന്റെ ഭർത്താവ് വിസ മാറിയ സമയമായിരുന്നു അത്. നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് മാത്രമേ വിസ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് പുതിയ വിസ അപ്ലൈ ചെയ്ത് 1 മാസത്തിനുള്ളിൽ പോകാം എന്നതായിരുന്നു എന്റെ പ്രതീക്ഷ. ഭർത്താവ് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചുപോയി. അത് കഴിഞ്ഞ് 6 മാസമായിട്ടും എനിക്ക് വിസയ്ക്കായി അപ്ലൈ ചെയ്യാൻ പോലും സാധിച്ചില്ല. ഇത്രയും നാൾ ആബ്സെന്റ് ആയതുകൊണ്ട് എനിക്ക് അവിടത്തെ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും തീർന്നുപോയി. എല്ലാ കാര്യങ്ങൾക്കും മാതാപിതാക്കളെ ആശ്രയിക്കേണ്ട അവസ്ഥയായി. അപ്ലൈ ചെയ്യാൻ ഒരു പേപ്പർ റെഡിയാകുമ്പോൾ അടുത്ത പ്രശ്നം വരുമായിരുന്നു. എവിടെ പോയാലും ഭയങ്കര തടസ്സങ്ങൾ. ആ സമയത്താണ് ഞാൻ കലൂർ പള്ളിയിൽ വരുവാൻ തുടങ്ങിയത്. വിശുദ്ധ അന്തോണീസിനോട് ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും പറഞ്ഞു. 3 നൊവേനകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വിസയ്ക്കായി അപേക്ഷിക്കുവാൻ സാധിച്ചു. അധികം താമസിയാതെ എനിക്ക് വിസയിൽ ലഭിച്ചു. അന്തോണീസ് പുണ്യവാളന്റെ മധ്യസ്ഥം ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് വിശുദ്ധന് 1000 നന്ദി. ലിൻഡ, ലിജിൻ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അന്തോണീസ് പുണ്യവാളന് നന്ദി. സാധിക്കുന്ന എല്ലാ അവസരങ്ങളിലും ഈ പള്ളിയിൽ വരികയും നൊവേനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന ഒരു എളിയ വിശ്വാസിയാണ് ഞാൻ. കണ്ണീരോടെ പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളും പുണ്യവാളൻ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. ഈയിടെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ ഭാര്യ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നേഴ്സാണ്. വീട്ടിൽ നിന്നും ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് ജോലി സ്ഥലത്ത് എത്തിക്കൊണ്ടിരുന്നത്. ജോലി ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്കും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യേണ്ടി വരുമെന്നതിനാൽ കിടപ്പിലായ അമ്മയുടെയും 2 കുട്ടികളുടെയും കാര്യങ്ങൾ ആകെ പ്രശ്നത്തിലായിരുന്നു. ആ അവസരത്തിലായിരുന്നു എൻ്റെ ഭാര്യ 3ാമതും പ്രഗ്നന്റ് ആയത്. ഞാൻ പുണ്യവാളനോട് പ്രാർത്ഥിക്കുകയും ഭാര്യയ്ക്ക് വീടിന് സമീപത്തുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാനായി അപേക്ഷ എഴുതിയിടുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങൾക്കൊരു ആൺകുഞ്ഞ് ജനിക്കുകയും വീടിനടുത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയും ചെയ്തു. പുണ്യവാളന്റെ മധ്യസ്ഥം ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി. ജോസ് പി മാത്യു. പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട്
നമുക്കെല്ലാവർക്കും നവനാൾ ജപങ്ങൾ ഏറ്റുചൊല്ലാം. ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ, നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിന് കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും ആഗ്രഹങ്ങളും വിശുദ്ധ അന്തോണീസിന്റെ കരങ്ങളിലൂടെ നമ്മുടെ കർത്താവായ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസപൂർവം മൗനമായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന നിയോഗങ്ങൾ. രോഗസൗഖ്യത്തിനായി മധു, മാഗി, രാജൻ, ഷിജു, ഷെരീഫ, സരളമ്മ, ബേബി, മനോജ്, ജോയൽ, കൊച്ചുമോൾ, അൽഫോൺസ, ബിനിത, സാബു, ട്രീസ, ലളിത, തിരുമൂർത്തി, സാന്ദ്ര, മിനു, മേരി, ജോർജ്, ആന്റണി, ഗ്രേസി, നിതിൻ, നിജു, ടിൻഡു, റോഹൻ, തോമസ്, റോയ്, ബിനി, വൈഷ്ണവ്, ജോമോൻ, സെൽമ, ഷൈനി, ലൈല, സനീഷ്, പോളി, ഏഞ്ചലീന, ജോയ്, സെബാസ്റ്റിൻ, ഷിബി, ഹന്ന, ഷീല, സീമ, നിരഞ്ജൻ, ജിത്തു, അനൂപ്, ഡോറിൻ, ജോസ്ന, ലിമ, വസന്ത, വിൻസി, ശരത്, രേഷ്മ, ശ്രുതി, സിസ്റ്റർ ആഗസ്റ്റ, വിക്ടോറി, എബ്രിൻ ആന്റണി, അജീഷ, ജോബി, സാൻഡ്ര, പാസ്കൽ, മേരി, ഒവീറ്റ, ഫിലോമിന, ഫ്രെഡി, അമൃത, ജോമി ജോൺ, സ്മിത. ക്യാൻസർ രോഗസൗഖ്യത്തിനായി റെൻ, സന്തോഷ്, മേരി, സൂസൻ, ലൂസി, ജയമ്മ, ലീന, റിച്ചാൾഡ്. വൃക്ക സംബന്ധമായ രോഗങ്ങളിൽ നിന്നും സൗഖ്യം ലഭിക്കുവാനായി സിസ്റ്റർ നോയൽ, ഹിൽറ്റ, അനു, അന്ന, ആന്റണി, മനോജ് കൃഷ്ണൻ. കരൾ രോഗസൗഖ്യത്തിനായി മേരി, തുളസി, ലിൻസി, തദേവുൻ, ജോൺ, ഫ്രാൻസിസ്. ഹൃദ്രോഗ സൗഖ്യത്തിനായി ജിയ, ഷെൽജു, ലാസർ, അൻവർ, ഫെഡറിക്, ഫ്രാൻസിസ്, നെൽസൺ. വെന്റിലേറ്ററിലായിരിക്കുന്ന ഫിലോമിന, മോളി, കുര്യാക്കോസ്, ജോണി. ഓപ്പറേഷന് വിധേയനാകുന്ന ലീല മോൾ. ഈ സഹോദരങ്ങളെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും നാം നേരിടുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ അസ്വസ്ഥതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളിലും ആശുപത്രികളിലും രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ സഹോദരങ്ങൾക്കും പുണ്യവാളന്റെ മാധ്യസ്ഥ ശക്തിയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ കരങ്ങളിൽ നിന്നും സൗഖ്യം ലഭിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് ഏറ്റുചൊല്ലാം. പരമപിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമൂഹ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായിൽ കൊണ്ടുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവോപരി ഊർജ്ജസ്വലരാകുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവതൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളസമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹിക സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിൽ ഇല്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉള്ളിലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതിയുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപയേറണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചനവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക അസുഖങ്ങളാലും മാനസിക വേദനകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണാസന്നർക്ക് പ്രത്യാശയും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനവും പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, അങ്ങ് ഈ വിശ്വസ്തദാസനായ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തനവരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങേ കൃപാകടാശത്താൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന്റെ പാദങ്ങളെന്നുമാശ്രയം അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളെ സ്വർഗരാജ്യ രശ്മിയേകിടും ക്രിസ്തുവിന്റെ പ്രേഷിതോത്തമാ പാദങ്ങളെന്നുമാശ്രയം ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് വചനം ശ്രവിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒരുക്കമില്ലാത്ത മനസ്സുകളിൽ വചനം വിതറരുത്. നമുക്കറിയാം, പന്നികളുടെ മുൻപിൽ മുത്ത് വിതറരുത്, അവ ചവിട്ടി മെതിക്കും. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതം നീ നന്നായി അറിയുന്നുണ്ടല്ലോ. ഈ കലൂർ പള്ളിയിലേക്ക് കർത്താവേ നീ എന്നെ കൊണ്ടുവന്ന് എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ആകുലങ്ങളും എല്ലാം തിരുമുൻപിൽ സമർപ്പിക്കണം. വചനപ്രഘോഷണത്തിലൂടെ എനിക്കൊരു ഉത്തരം തരണം. എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ട ശക്തിയും കരുത്തും നീ നൽകണം. പരിശുദ്ധമ്മേ മാതാവേ, മലാഖമാരെ, വിശുദ്ധരെ, എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 23-ാം തിരുവചനം. പ്രഭാഷകൻ 30:23. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. എല്ലാവരും ഒന്ന് വചനം ഉറക്കെ ഏറ്റിച്ചൊല്ലുക. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. ദുഃഖം അകറ്റണം. നിന്റെ ആത്മാവിനെ നീ സന്തോഷിപ്പിക്കണം.
ആത്മാവ് തകർന്നുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല, വെറുതെ വന്ന് കുത്തിയിരിക്കുക. ആത്മാവിനെ നീ സന്തോഷിപ്പിക്കണം. ദുഃഖം കാരണം ആത്മാവ് വല്ലാതെ വിഷാദിക്കുകയാ. ആത്മാവിനെ സന്തോഷിപ്പിക്കണം, ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. നിന്റെ ഹൃദയത്തിൽ ഒരു ആശ്വാസമില്ല, ഹൃദയത്തിൽ ഒരു ആനന്ദമില്ല, ശരീരത്തിന് സൗഖ്യമില്ല. ദുഃഖമുള്ളവർക്ക് ശരീരത്തിന് സൗഖ്യം ഉണ്ടാവുക ഇല്ല. ഒത്തിരി പേര് ഇന്ന് ആശുപത്രികളിൽ രോഗികളായി തീർന്നതിന് കാരണം ഇതാ, ദുഃഖം, എപ്പോഴും ദുഃഖം. അയ്യോ 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 അയ്യോ. ദുഃഖത്തിന്റെ ജീവിത പലർക്കും. വചനം പറയുന്നു, നീ ദുഃഖമകറ്റ്. കായന്റെ ജീവിതത്തില് വലിയ ദുഃഖമാ. കാരണം എന്താ? ആബേലിന്റെ കാണിക്ക ദൈവം സ്വീകരിച്ചു. ഇവന് വല്ലാതെ ദുഃഖമാ, ഇവന് വല്ലാത്ത കോപമാ. ദൈവം ഓടി അടുത്തെത്തുന്നുണ്ട്. എന്റെ പൊന്നു മോനെ കായേനെ, എന്തിനാടാ ഇങ്ങനെ കോപിക്കണേ? എന്തിനാ ഇങ്ങനെ ദുഃഖിച്ചിരിക്കണേ? ഉചിതമായിട്ട് നിനക്ക് ചെയ്യാൻ പാടില്ലേ? ഇനിയും ചെയ്യാൻ പാടില്ലേ? ഉചിതമായത് നീ ചെയ്തില്ലെങ്കിൽ നീ ഓർത്തോ, സാത്താൻ നിന്നെ കാത്തിരിക്കുന്നുണ്ടറാ. കായൻ കേട്ടാ ദൈവം പറഞ്ഞത്? കേട്ടില്ല. കൊലപാതകയായി കായൻ മാറുന്നുണ്ട്. സൗളിനെടുക്ക്. ആ പാവപ്പെട്ട ദാവീദിനോട് വല്ല കാര്യമുണ്ട് അസൂയപ്പെടണ്ടേ? അസൂയ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ ഉണ്ടോ? ആവോ, ഇല്ലാന്ന് തോന്നണേ അല്ലേ? ഇരിപ്പ് കണ്ടിട്ട് ഒന്നും ഇല്ലാന്ന് തോന്നണം. അസൂയൊന്നുമില്ല. അതെ, അസൂയ അസ്ഥികളെ ദ്രവിപ്പിക്കുന്നു. നമ്മളെക്കാൾ മറ്റുള്ളവർ ഉയരുന്നത് കാണുമ്പോ മനസ്സിൽ ഒരു കീറുകീറുപ്പ്, ഒരസ്വസ്ഥത അല്ലയോ? സാവൂളിനുണ്ടായ ഒരു അസ്വസ്ഥത, ഒരു കീറുകീറുപ്പ്. ആരോട്? ദാവീദിനോട്. വചനം പറയുന്ന ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. ഒരു ഭ്രാന്തനെ പോലെ സാവൂള് പുലമ്പി. മക്കളെ, ദുഃഖവും അസൂയയും കോപമൊക്കെ വരുമ്പോ ഓർക്കണം, സാത്താന് നീ വാതില് തുറന്നുകൊടുക്ക. ഒരു ഭ്രാന്തനെ പോലെ നീ പുലമ്പുക. വീട്ടിൽ ചെല്ലുമ്പോ കാണാറില്ലേ, അയൽവക്കങ്ങളിൽ കാണാറില്ലേ, ഭ്രാന്തനെ പോലെ പുലമ്പുക. സത്താൻ അവന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞു. ദാവീദ് സാധാരണ പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു വചനം പറയുന്നു. നമുക്കറിയാം, രോഗത്തില് വളരെ ദുഃഖത്തിലായിരുന്ന ഒരു സ്ത്രീയെ 12 വർഷം രക്തസ്രാവം പിടിവിട്ട സ്ത്രീ 12 വർഷങ്ങളാ വേദനയോടെ കടന്നത്, വേദനയോടെ നടന്നത്. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി, സൗഖ്യമില്ല. നിരാശയുടെ ദുഃഖത്തിന്റെ അവസ്ഥയിൽ അവള് അറിഞ്ഞു, നസ്രായനായ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്, അവൻ ഒത്തിരി പേർക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഈ കല്ലൂർ പള്ളിയിലേക്ക് മക്കളെ നമ്മൾ പലരും കടന്നു വന്നത് ഒരു സൗഖ്യത്തിന്റെ സ്പർശനത്തിന് വേണ്ടിയിട്ട് തന്നെയാ. അവൾ ഓടി വന്നപ്പോ ഭയങ്കര തിരക്കാ, ഇതിനേക്കാൾ തിരക്കായിരിക്കും യേശുവിന്റെ കൂടെ. അവൾ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടു എന്ന് പറയാ. അവളുടെ വിശ്വാസം നിറവ്. മകളെ, നിന്റെ വിശ്വാസം വലുതാ. നീ വിശ്വാസത്തില്ല തൊട്ടത്. ബർത്തിമേയുസ് എന്ന അന്ധയാചകൻ, കുരുടന, അന്ധന, കണ്ണു കാണാൻ പറ്റണില്ല. അവന്റെ ജീവിതം ദുഃഖവും നിരാശയും നിറഞ്ഞതാ. പലരും പറഞ്ഞു, മിണ്ടാതിരിക്ക, ഒച്ചയെടുക്കാതിരിക്ക. എന്തിനാ ഒച്ചയെടുക്കുന്ന? പതുക്കെ പ്രാർത്ഥിച്ചാ പോരെ? എന്തിനാ സ്തുതിക്കുന്നേ? കൈ കെട്ടി നിന്നാ പോരെ? അവൻ അവിടെ കിടന്ന് ഒച്ചയെടുത്ത് പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്ര, നിനക്ക് മാത്രമാ എന്റെ ജീവിതത്തിൽ ഒരു പ്രകാശം തരാൻ പറ്റുള്ളൂ. ഞാൻ സങ്കടത്തില്ല, ദുഃഖത്തില്ല. എന്റെ ആത്മാവ്, എന്റെ മനസ്സ്, എന്റെ ശരീരം ഒക്കെ പോക്ക. വചനം പറയുന്നു അവന് കാഴ്ച കിട്ടിയെന്ന്. ബർത്തിമേയുസ് കാഴ്ചയുള്ളവനായിട്ടാ പോയത്. ഈ കല്ലൂർ പള്ളിയിൽ നിന്ന് മക്കൾ ഇറങ്ങിപ്പോകുമ്പോ നിന്റെ ഉള്ളില് കാഴ്ച ഉണ്ടാവണം.
സാത്താന്റെ അന്ധകാര പീഡ വിട്ടു പോകണം നിന്നെ. സാത്താൻ വരുന്നത് നശിപ്പിക്കാനും കൊല്ലാനും തകർക്കാനോ. അറിഞ്ഞിരിക്കുക, നിന്റെ ജീവിതത്തെ തകർക്കാനും നശിപ്പിക്കാനും കൊല്ലാനോ. ദുഃഖം നിറച്ച് നിറച്ച് കൊല്ലാനാ, കൊല്ലുന്നിനാ. നിന്റെ മക്കളെ കൊല്ലും, നിന്റെ കുടുംബത്തെ കൊല്ലും, ജീവിതങ്ങളെ കൊല്ലും. ഒത്തിരി മക്കൾ നിരാശയിലും ദുഃഖത്തിലും. പത്രോസ് പാപം ചെയ്തവനാ. പാട്ടേര് സുന്ദരമായിട്ട് പാടിയില്ലേ, ശമയൻ പത്രോസ് തള്ളിക്കളഞ്ഞ അനുഭവം. ഹൃദയത്തിൽ പറഞ്ഞതാ, തള്ളൂല, നിന്നുപേക്ഷിക്കില്ല. എല്ലാരും തള്ളിക്കളഞ്ഞല്ലേ, ഞാൻ തള്ളൂല, ഞാൻ മറക്കൂല കേട്ടോ. പക്ഷെ പ്രിയപ്പെട്ടവരെ, 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞത്. പത്രോസ് ഹൃദയം നൊന്ത് കരഞ്ഞു എന്ന് വചനം പറയുന്നു. അവന്റെ ഉള്ളിലെ വേദന, ദുഃഖം, പാപം ചെയ്തു പോയി ദൈവമേ. ഈശോയുടെ അടുക്കലേക്ക് അവൻ ഓടിയെത്തി. പ്രിയപ്പെട്ടവരെ, ഈ നോൻപ് കാലം, ഈ കരുണയുടെ വർഷം, കുമ്പസാരക്കൂടിലേക്ക് നീ ഓടിയെത്തണം. പറയണം, ദൈവമേ തെറ്റിപ്പോയി, പാപിയാണ് ദൈവമേ. ഹൃദയം നൊന്ത് കരഞ്ഞു. He wept bitterly. അത് തന്നെയാണ് പത്രോസിന്റെ വിജയം. യൂദാസിനെ നോക്ക്, അവൻ കർത്താവിങ്കിലേക്ക് വന്നില്ല. അന്യായമായിട്ട് സമ്പാദിച്ച പണം മുഴുവൻ അവൻ വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവന് സമാധാനമുണ്ടാ? ഒരു മുഴം കയറില് അവന്റെ ജീവിതം അവൻ അവസാനിപ്പിച്ചു. തീരുമാനം എടുക്ക. പത്രോസിനെ പോലെ കർത്താവിന്റെ അടുക്കലേക്ക് ഓടിയെത്തണോ? എന്റെ സങ്കടങ്ങളില്, പാപങ്ങളുടെ കെട്ടുകൾ നിറയുമ്പോ, ബലഹീനതകൾ വരിഞ്ഞു മുറുക്കുമ്പോ ക്രിസ്തുവിന്റെ പക്കലേക്ക് നീ ഓടിയെത്ത. മഗ്ദലേന മറിയം അതിരാവിലെ വന്നു. കാരണം എന്താ? അവളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം. മോളെ എന്ന് വിളിച്ചത് ക്രിസ്തു മാത്ര. മറ്റുള്ളവരൊക്കെ മോശമായിട്ട് അവളെ കണ്ടിരുന്നു. ക്രിസ്തുവാണ് അവൾക്കൊരു പുതിയ ജീവിതം കൊടുത്തത്. ക്രിസ്തുവിന്റെ മരണം വല്ലാതെ ദുഃഖത്തിൽ ആഴ്ത്തി അവളെ. രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവൾ അതിരാവിലെ വന്നു എന്ന വചനം പഠിപ്പിക്കുന്നേ. അവള് വചനം, അവള് പറയാ, അവള് കത്ത് നിന്നു ഈശോയ്ക്ക് വേണ്ടി. ഈശോ അടുത്ത് വന്ന് പറയുന്നുണ്ട്, മറിയാം റബോനി. ഈശോ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ ദുഃഖിച്ചിരിക്കുന്നേ? ഞാൻ നിന്റെ കൂടെയുണ്ട്. എടി പെണ്ണെ, നീ കരയണ്ട, കരണ്ടറി മോളെ, ഞാൻ എന്റെ കൂടെ. ധൈര്യോ, വല്ലാത്തൊരു ധൈര്യം കൊടുക്കുന്ന കർത്താവാ, ഉദ്ധിതനായ കർത്താവ്. ഈ കല്ലൂർ പള്ളി വെച്ച മക്കളെ നമ്മോട് പറയുന്ന അത് തന്നെയാ. മക്കളെ, നിങ്ങൾ കരയണ്ട. പലതിനെ ഓർത്ത് കരയാനുണ്ട് അല്ലേ? വള്ളം വെള്ളത്തിലാ, വള്ളം വഞ്ചി വെള്ളത്തിലാ, വെള്ളത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ വെള്ളം ഒരിക്കലും വള്ളത്തിൽ കയറരുത് മക്കളെ. വെള്ളം വഞ്ചിയിൽ കയറരുത്. സങ്കടങ്ങളുടെ ഒത്തിരി വാർത്തകളാ പത്രങ്ങളിലൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ നോക്കുമ്പോ, ഇടവക ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, സങ്കടങ്ങളുടെ നടുവില്ല, പെരുങ്കടല്ല നീ. ദുഃഖം ഒരിക്കലും നിന്റെ ഉള്ളിൽ കയറരുത്. ഈശോ പറയുന്നുണ്ട്, നിന്റെ ദുഃഖം സന്തോഷമായിട്ട് ഞാൻ മാറ്റും. യുവർ സോറോ വിൽ ടേൺ ടു ജോയ്. യുവർ സോറോ വിൽ ടേൺ ടു ജോയ്. സന്തോഷമായിട്ട് മാറും നിന്റെ സങ്കടം, നിന്റെ ദുഃഖങ്ങള്. നിന്റെ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്ക. കേട്ടോ, ദുഃഖഭാരങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൂ. ചിരിക്കാത്ത ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചിരിക്കാത്ത ആളുകള്. ഈ അടുത്ത് ഒരു ഭാര്യ വന്ന് എന്നോട് പറഞ്ഞതിനെ ഓർക്ക, അച്ഛാ എന്റെ കെട്ടിയാൻ എന്നോട് ചിരിക്കാറില്ല അച്ഛാ, എന്റെ കെട്ടിയാൻ എന്നോട് മിണ്ടാറില്ല, ചിരിക്കാറില്ല. പിന്നെ ആരോടാ മോളെ ചിരിക്കുന്ന? അത് അടുത്തുള്ള വീട്ടിലുള്ള റോസിയോട്ടാ ചിരിക്കുന്നത്. അവൾ ഒടുക്കത്തെ ചിരിയാണ് അച്ഛാ, അവളോടാണ് അച്ഛാ കൂടുതൽ സ്നേഹം. എന്തുകൊണ്ടാ നിന്നോട് സ്നേഹിക്കാത്തത്? കാരണം നിനക്ക് പുലിമോന്ത, എലിമോന്ത, ഒട്ടകമോന്ത. നോക്ക് കണ്ണാടി എടുത്ത്. സന്തോഷമുണ്ടോ ചേച്ചിയെ? ഇരിപ്പ് കണ്ടിട്ട് സന്തോഷമില്ല, ദുഃഖിച്ചിരിക്കുക അല്ലേ? അല്ലെ? കല്യാണ ഫോട്ടോ എടുത്തിട്ട് കൊച്ചൻ പറയുന്നുണ്ട്, മോൻ പറയുന്നുണ്ട്, അപ്പാ അപ്പന്റെ ചിരി എത്ര സുന്ദരാണ് അപ്പാ. അപ്പം പറയുന്നുണ്ട്, എന്റെ പൊന്നു മോനെ ഇത് ഒടുക്കത്തെ ചിരിയാടാ, കല്യാണ ഫോട്ടോടാ.
അല്ലേ? പിന്നെ ചിരിച്ചിട്ടില്ല അപ്പൻ, പിന്നെ ചിരിച്ചിട്ടില്ല. ദുഃഖങ്ങളൊക്കെ ഈശോയ്ക്ക് വിട്ടുകൊണ്ട് കേട്ടോ. അതെ, കർത്താവിനെ എഴുന്നള്ളിക്കാൻ പോവാ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? വിശ്വസിക്കുന്ന മക്കള് ദൈവമഹത്വം സൗഖ്യാനുഭവിക്കും. അല്ലാത്തവരൊക്കെ വെറും കൈയോടെ ഇറങ്ങിപ്പോവും കേട്ടാ. വിശ്വാസത്തോടെ ഈശോ പറഞ്ഞു, നിന്റെ കുരിശെടുത്ത് നീ എന്റെ പിന്നാലെ വാ. നിനക്ക് സങ്കടങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അച്ഛനും ഉണ്ട്, ഒത്തിരി പേർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ബലം. സന്തോഷത്തിന്റെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പതുവാല് വിസ്താന്തോനിസേ, സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകില്ല എന്നൊന്നുമല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നേ. അവയെ നേരിടാനുള്ള കരുത്ത്, തന്റെ ഇടം, നട്ടെല്ല്, ശക്തി ഞങ്ങൾക്ക് തരണമേ. ആമേൻ. മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടണം. സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങയ്ക്കാരാധന. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമ്പോഴാ ശക്തി. ഒരിക്കലും പറയരുത് അപ്പുറത്തെ വീട്ടിലെ ആള് പ്രാർത്ഥിക്കാറില്ല അച്ഛാ, അവര് പള്ളി പോകാറില്ല, പക്ഷെ അവർക്കൊക്കെ വിജയമാണെന്നൊന്നും പറഞ്ഞേക്കരുത്. വചനം പറയുന്നു, തെന്നുന്ന സ്ഥലത്തെ അവനെ നിർത്തിയിരിക്കുന്നു. പള്ളി പോവാത്തവനെയും പ്രാർത്ഥിക്കാത്തവനെയും തെന്നുന്ന സ്ഥലത്താ. തെന്നി വീഴാൻ അധികം നേരം വേണ്ട. അതുകൊണ്ട് പ്രാർത്ഥിക്കാത്ത മക്കളൊക്കെ അനുഗ്രഹീതരാണെന്നൊന്നും വിചാരിക്കരുത്. ഈ പള്ളിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവാ. സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും പെരുമഴ നിന്റെ ജീവിതത്തിലുണ്ട്. നീ ഒരു ദുഃഖപുത്രിയാകാം, ദുഃഖപുത്രനാകാം. ക്രിസ്തു നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക്. ദൈവമേ, നിന്റെ ശക്തി, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കഴിഞ്ഞ കാലങ്ങളൊക്കെ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടില്ലേ? ഒത്തിരി ആരോഗ്യം തന്നിട്ടില്ലേ? സൗഖ്യം തന്നിട്ടില്ലേ? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒന്ന് നോക്ക്. കുഞ്ഞു പ്രായം മുതൽ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഈ നിമിഷം വരെ ദൈവം സംരക്ഷിച്ചില്ലേ? നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഈശോയിലേക്ക് നോക്കി നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവേ നന്ദി പറയാൻ മറന്നുപോയി, നന്ദി പറയാൻ മറന്നുപോയി, പരാതിക്കാരായി കടന്നു വന്ന് കർത്താവേ ഞാൻ നന്ദി പറയുന്നു. കരങ്ങൾ കൂപ്പി ഈശോയിലേക്ക് നോക്കി മക്കളെ പ്രാർത്ഥിക്കുക. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. എല്ലാവരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഈ ജീവിതത്തിന് നന്ദി പറ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒരു മനുഷ്യ കുഞ്ഞായി ജനിച്ചതിന്, അപ്പനെ തന്നതിന്, അമ്മയെ തന്നതിന് നന്ദി പറ. നല്ല മാതാപിതാക്കളെ തന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നല്ല കുടുംബങ്ങൾ തന്നതിന്, വിശ്വാസം തന്നതിന്,
സഹായിച്ചു. ജീവിത പങ്കാളി മക്കളെല്ലാവരും നന്ദി പറ. സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ജീവിത പങ്കാളി ഓർത്ത് നന്ദി പറയണം. അൾത്താരയില് നിങ്ങൾക്ക് തന്ന ജീവിത പങ്കാളി ഓർക്കണം. ദാനമായി ലഭിച്ച മക്കളെല്ലാം ഓർത്ത് നന്ദി പറയണം. മക്കളെ ഓർത്ത് നന്ദി പറയണം. മക്കളെ ദൈവത്തിന്റെ ദാനമാണ്. കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന മാതാപിതാക്കൾ എത്രയോ വേദനിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ എത്രയോ വേദനിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മാതാപിതാക്കളെ നമ്മുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ വഴിപിഴച്ച ജീവിതം നയിക്കുന്നുണ്ടാവും, പറഞ്ഞിട്ട് അനുസരിക്കുന്നുണ്ടാവില്ല. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നല്ല ജോലി, നല്ല ആരോഗ്യം, നല്ല പഠിപ്പ്, എല്ലാം ദൈവത്തിന്റെ ദാനം. നല്ല കൂട്ടുകാര്, സാമ്പത്തികമായ ഉയർച്ച ദൈവം തന്നതാ. ഈ പള്ളിയിലേക്ക് ദൈവമാ കൂട്ടിക്കൊണ്ടുവന്നത്. സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. സങ്കടങ്ങളെ ഓർത്ത് നന്ദി പറയണം. ദുഃഖങ്ങളെ ഓർത്ത് നന്ദി പറയണം. എന്റെ കഷ്ടങ്ങളെ ഓർത്ത് സ്തുതിക്കുന്ന ദൈവമേ, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായ അവിടുത്തെ ചട്ടങ്ങൾ ഞാൻ പാലിച്ചല്ലോ. സത്യത്തിലെ ദുരിതങ്ങളാണ് ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത്. ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ദൈവമേ എന്ന് നാം ചിന്തിക്കുന്നത്. കുരിശിലേക്ക് നോക്കി സഹനങ്ങൾ നേരിടാനുള്ള കരുത്ത് നേടുക. കുരിശിലേക്ക് നോക്കി സഹനങ്ങൾ നേരിടാനുള്ള കരുത്ത് നേടുക. നീ വീട്ടിലേക്ക് പോകുന്നത് തനിച്ചല്ല, ദൈവത്തിന്റെ ശക്തിയിലാണ്. കരങ്ങളെടുത്ത് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. എല്ലാ മക്കളും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ദൈവം തന്നിട്ടുള്ള എല്ലാ നന്മകളെ ഓർത്ത്, എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നീ കൃതജ്ഞതാ ഗീതത്തോടുകൂടി ആലയത്തിലേക്ക് വരിക. നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുക. നിന്റെ ജീവിതത്തിൽ അത്ഭുതം തരാൻ എനിക്ക് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും ശ്രദ്ധിക്കട്ടെ. വിശ്വാസത്തോടെ സ്തുതിച്ചോ. അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തുതിച്ചോ. നിന്റെ കഷ്ടങ്ങൾ കർത്താവ് എടുത്ത് മാറ്റും. നിന്റെ കണ്ണുനീര് കർത്താവ് തുടച്ചു മാറ്റും. നിന്റെ ദുഃഖം സന്തോഷമായി മാറും മക്കളെ. നിന്റെ ദുഃഖം സന്തോഷമായി മാറും. വിശ്വസിക്കുന്ന മക്കളെ സ്തുതിച്ചോളുക. ഹല്ലേലൂയ. ജോലിയില്ലാത്ത മക്കള്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വിവാഹത്തിനുള്ള തടസ്സങ്ങളെല്ലാം മാറിപ്പോട്ടെ. സാമ്പത്തിക തകർച്ചയുള്ള മക്കൾ പ്രാർത്ഥിക്കട്ടെ. പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങള്, പരീക്ഷ എഴുതുന്ന മക്കള് എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ചോ. ഈശോ നിങ്ങളെ കാണട്ടെ, നിങ്ങളുടെ വിശ്വാസം കാണട്ടെ. സഹായിച്ചു. സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. ഞാൻ നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിന്റെ കണ്ണുനീർ തുള്ളികള് ഞാൻ കുപ്പിയില് ശേഖരിച്ചിരിക്കുന്നു. എനിക്കറിയാം നിന്റെ സങ്കടങ്ങള്, നിന്റെ ദുഃഖങ്ങള്, നിന്റെ വേദനകള്. ഞാൻ നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയ്ക്ക് സ്തുതി പറഞ്ഞേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു മാസം, മാർച്ച് മാസം, അനുഗ്രഹത്തിന്റെ മാസം നമുക്കുണ്ടാകട്ടെ. ആമേൻ.
സുപ്രസിദ്ധനാം വിശുദ്ധനേ ആരോവായിലെ അന്തോണി പാരിതേ കൃപ ചൊരിയണേ ഉണ്ണി വഹിച്ചിടുന്ന ധന്യമാ കരങ്ങളാലേ ഉണ്ണി വഹിച്ചിടുന്ന ധന്യമാ കരങ്ങളാലേ വിണ്ണിലെ അനുഗ്രഹത്തെ നന്ദിയിലെന്നും പൊഴിക്കണേ വിണ്ണിലെ അനുഗ്രഹത്തെ നന്ദിയിലെന്നും പൊഴിക്കണേ അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനേ ആരോവായിലെ അന്തോണി പാരിതേ കൃപ ചൊരിയണേ ജീവിത വ്യഥകളാലേ ഭൂമിയെ വലഞ്ഞിടുന്നു ജീവിത വ്യഥകളാലേ ഭൂമിയെ വലഞ്ഞിടുന്നു നിൻ പാദാമോചം നമിച്ചിടാം അൻപോടെ കൃപ ചൊരിയണേ നിൻ പാദാമോചം നമിച്ചിടാം അൻപോടെ കൃപ ചൊരിയണേ അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനേ ആരോവായിലെ അന്തോണി പാരിതേ കൃപ ചൊരിയണേ